തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ IB ഉദ്യോഗസ്ഥൻ സുകാന്ത് സുരേഷിനെ കണ്ടെത്താനാവാതെ പോലീസ്. ലൈംഗിക ചൂഷണമടക്കം നടന്നുവെന്ന പരാതി കിട്ടിയിട്ടും നടപടികൾ എടുത്തിട്ടില്ല. ശ്രീകാന്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീകാന്ത്, ഞാൻ മനസ്സിലാക്കുന്നത് സുകാന്ത് സുരേഷും IB ഉദ്യോഗസ്ഥനാണ്. ഒരു IB ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒളിവിൽ പോകാൻ പറ്റുമോ? ഹാഷ്മി, ഇന്റലിജൻസ് ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഏജൻസികളിലൊന്നാണ്. അവർ ഈ അവധിയെടുക്കുമ്പോൾ അവർക്ക് ചില ചട്ടങ്ങളുണ്ട്. അവധിയെടുക്കുമ്പോൾ അവരുടെ ലീവ് അഡ്രസ്സ്, ആദ്യം അവധി അപേക്ഷ നൽകണം, അത് അംഗീകരിച്ചാൽ അവരുടെ ലീവ് അഡ്രസ്സ് നൽകണം എന്നൊരു ചട്ടമുണ്ട്. അതായത് തങ്ങൾ ലീവിൽ പോയാലും ഏത് അഡ്രസ്സിലായിരിക്കും തങ്ങൾ ഉള്ളത്, ഏത് അഡ്രസ്സിലായിരിക്കും തങ്ങളെ ബന്ധപ്പെടാൻ സാധിക്കുക എന്നുള്ള കാര്യം മേലുദ്യോഗസ്ഥനെ അറിയിക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവരെ ബന്ധപ്പെടുന്നതിനും ഇവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അത് കണ്ടെത്തുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയൊരു ചട്ടം കൊണ്ടുവന്നത്. പക്ഷേ ഈ സുകാന്ത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അവധി അപേക്ഷ നൽകുകയോ ലീവ് അഡ്രസ്സ് നൽകുകയോ ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ ചട്ടലംഘനമാണ് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്നത്. പക്ഷേ IBയും ഇതുവരെ ഇയാൾക്കെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. സ്വാഭാവികമായും ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടതാണ്. അത് എന്തായാലും എടുത്തിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. ആ കുടുംബം ഇതിനോടകം മൊഴി നൽകിയിട്ടുണ്ട്. ഈ പെൺകുട്ടി മേഘയെ അയാൾ ലൈംഗികാതിക്രമത്തിന് വിധേയയാക്കി എന്നുള്ള രീതിയിൽ, എന്നിട്ടും കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് കുടുംബമടക്കം ആരോപിക്കുന്നത്. പോലീസിനെയും കേസെടുത്തിട്ടില്ല. ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടേയുള്ളൂ. മുഖ്യമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും കാണാനുള്ള നീക്കം കുടുംബം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.